ഉമ്മ എന്തേ ഞാൻ അസ്നന്റെ അടുത്തേക്ക് ഒന്ന് പോട്ടെ. ഓള് ചെല്ലാൻ പറഞ്ഞു നിന്നോട്. എനിക്ക് 2 ദിവസം എന്റെ ക്ലാസ് ഒഴിവാകുമ്പോ ഇങ്ങനെ തെണ്ടി നടന്ന് 4 പേരട്ടോ. ഈ പേരന്റെ ഉള്ളിൽ എന്തെല്ലാം ഒരു പണികളുണ്ട് എന്നറിയാം. എനിക്ക് നോമ്പാണ് വരുന്നത്. ഒന്ന് അടിച്ചു കളിച്ചൊന്ന് നേരാക്കതിന്റെ ഉള്ളൊക്കെ. ആകെ 2 ദിവസം അല്ലമ്മ ലീവ് ഉള്ളു. എന്നിട്ട് ഞാൻ അതിന്റെ ഉള്ളിൽ പണികൾ എടുക്ക. ഞാൻ രണ്ടാളും കൂടി ഒന്ന് വർത്താനം പറയാനാണേ. ഞാൻ വരണ്ട്. എന്നോടൊന്നേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇജെന്താച്ച കാട്ടൂട്. ആ പെണ്ണ് 2 ദിവസം കൊണ്ട് ലീവ് കിട്ടുമ്പോത്തിന് പെണ്ണ് പോയി. അതിനനുസരിച്ചിട്ട് ഒരു കൂട്ടുകാരത്തി ഉണ്ട്. ഓമ്മക്കാണെങ്കി ഇതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യം. കുട്ടിനോട് എത്ര പറഞ്ഞാലും കുട്ടിയിട്ട് കേൾക്കൂല. ഇതൊക്കെ കൂടെ എന്ന് വെട്ടി തീരാനാണോ? അസ്ന അസ്ന സാജി വിളിക്കണ്ടോ? സാജിയെ വായ കേറ്. ഇല്ലടി കേറുന്നില്ല. എനിക്ക് അവിടെ കുറച്ച് പണികളുണ്ടടി. ഇമ്മ പറഞ്ഞേ പണികൾ എടുക്കണമെന്ന്. കജും കാലും പിടിച്ചിങ്ങാണ്ട് വന്നതാ പെണ്ണെ. എടി ഉച്ചക്ക് നല്ല പടം ഉണ്ടടി. നമുക്ക് കാണേജ് ഇങ്ങോട്ട് വായോ. സിനിമ കാണാനോ? ഞാൻ അല്ലടി. ഈ ഇമ്മനെ 2 ദിവസം ലീവ് ഉണ്ടാകുമ്പോത്തിന് പേരന്റെ ഉള്ളത്തെ പണികൾ എടുക്കാൻ പറയും. പിന്നെ ഇപ്പൊ സിനിമ കാണാൻ വീട് തന്നെ. ഞാൻ അല്ല. അതൊന്നും പറഞ്ഞാ പറ്റൂല. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ വയ്യടി. പിന്നെ നല്ല സിനിമയാണ് ഏഷ്യാനെറ്റില്. ഇങ്ങോട്ട് വായോ. നമുക്ക് രണ്ടാക്കും കൂടി ഒരുമിച്ച് ഇരിക്കാം. ജിമ്മാനോട് പറഞ്ഞിട്ട് വായോ. ഞാൻ ഉമ്മാനോട് ചോദിച്ചോക്കട്ടെ. ചോദിച്ച് സമ്മതിക്കാണെങ്കി വരാം. അല്ലടി ഇതേതാ ഡ്രസ്സ്? നല്ല രസമുണ്ടല്ലോ. ഇത് ഇപ്പാന്റെ കൂട്ടുകാരെ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ കൊടുന്നതേന്ന്. രസമുണ്ട് ല്ലേ? അല്ല എനക്ക് വേണം ഇടാന്. ഞാൻ വെറുതെ ചോദിച്ചാടി. എനിക്ക് എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളുണ്ട്. ഞാൻ തരണ്ടി. എന്നുവെച്ച് പോയി ഉമ്മാട് ചോദിച്ചിട്ട് വാ.